വനിതാ സംവരണ ബില്ല് കേന്ദ്രം ഭരിക്കുന്ന ബി.ജെ.പി. ഗവൺമെന്റ് തുടർഭരണം നേടുവാനുള്ള തട്ടിപ്പാണെന്ന് കെ.പി.സി.സി സെക്രട്ടറി എം.എൻ. ഗോപി. കോൺഗ്രസും ഇന്ത്യ മുന്നണിയും വനിതാ സംവരണ ബില്ലിന് എതിരല്ല. പക്ഷേ ബി.ജെ.പിയുടെ ഈ തട്ടിപ്പിനെ ശക്തമായി എതിർക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വനിതാ സംവരണ ബില്ല് ഇന്ന് പാർലമെന്റിൽ ബി.ജെ.പി. ഗവൺമെന്റ് അവതരിപ്പിക്കുകയാണ്. തത്വത്തിൽ വനിതാ സംവരണ ബില്ലിലൂടെ ബി.ജെ.പി. ഉദ്ദേശിക്കുന്നത് വനിതകൾക്ക് സംവരണം കൊടുക്കുക എന്നുള്ളതല്ല. അടുത്ത കേന്ദ്ര ഭരണം നിലനിർത്തുന്നതിന് വേണ്ടി ബി.ജെ.പിയുടെ സ്വാധീന മേഖലയിൽ പാർലമെന്റ് അംഗങ്ങളുടെ എണ്ണം കൂട്ടി അധികാരത്തിൽ തുടരുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വനിതാ ബില്ല് കൊണ്ടുവരുന്നത്. സ്ത്രീകൾക്ക് സംവരണം നൽകണം എന്നുള്ള കാര്യത്തിൽ ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടി എതിര് പറഞ്ഞിട്ടില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വനിതാ സംവരണത്തിന് അനുകൂലമാണ്. ആ നിലപാടാണ് കോൺഗ്രസിനുമുള്ളത്. പക്ഷെ ഇപ്പോൾ വനിതാ സംവരണത്തിന്റെ മറവിൽ ബി.ജെ.പിക്ക് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ ജനസംഖ്യാനുപാതികമായി പാർലമെന്റ് അംഗങ്ങളുടെ എണ്ണം കൂട്ടി ഇനി ഒരിക്കലും ഭരണത്തിൽ നിന്ന് പോകാത്ത സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക എന്ന വളരെ ഗൂഢമായ ലക്ഷ്യമാണ് ഇപ്പോൾ ധൃതി പിടിച്ച് ഈ സംവരണ ബില്ല് പാർലമെന്റിൽ കൊണ്ടുവരുന്നതിന് കാരണമായിട്ടുള്ളത്.